ഏറ്റവും രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം കേൾക്കുന്ന ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ കിളികളുടെ ശബ്ദങ്ങളാണ്. അതായത് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കിളികൾ എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ കിളികൾ നമ്മളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അലാമയ്ക്ക് വെച്ച് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നതല്ല. പകൽ പോലും ഇരുട്ടുമൂടിയ നിലയിലാണ് ആ പ്രദേശമൊട്ടാകെ. വളർന്നു പന്തലിച്ചു നിൽക്കുന്ന കൂറ്റൻ റബ്ബർ മരങ്ങൾ. അടുത്തടുത്തായി വീടുകളൊന്നുമില്ല. റബ്ബർ കാടിനോട് ചേർന്ന് ഒരു കനാലുണ്ട്. സ്കൂൾ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഇവിടെയാണ് അപ്പു ഒളിച്ചു കളിക്കാനായി എത്തുന്നത്. അന്ന് കൂട്ടുകാർക്കൊപ്പം പതിവ് പോലെ ഒളിച്ചു കളിക്കാനായി അവൻ റബ്ബർ കാടിനടുത്തേക്ക് പോയി. അവിടെ അവനെയും കാത്ത് ആദിയും തനുവും ആൻഡ്രോയും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് എണ്ണേണ്ട ഊഴം കിട്ടിയത് ആദിക്കായിരുന്നു. ആദി എണ്ണി തുടങ്ങിയപ്പോൾ എല്ലാവരും എവിടെയൊക്കെയോ ഒളിക്കാനായി ഓടി. അപ്പു ഒളിക്കാനായി പോയത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ അടുത്തേക്കായിരുന്നു.